അഡ്വക്കേറ്റ് രാംകുമാർ, ഏപ്രിൽ 8 സുപ്രീം കോടതിയുടെ അസാധാരണ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണറുടെ ഒപ്പില്ലാതെ 10 നിയമങ്ങൾ പാസാക്കിക്കൊണ്ടുള്ള ഗസറ്റ് വിജ്ഞാപനം തമിഴ്നാട് സർക്കാർ പുറത്ത് ഇറക്കിയ ദിവസമാണ് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും ഭരണഘടനാ പദവിയെപ്പറ്റിയും അതിന്മേലുള്ള സുപ്രീം കോടതിയുടെ കൈകടത്തലിനെയും പറ്റി നാം ചർച്ച ചെയ്യുന്നത്. ഗവർണർക്ക് മാത്രമല്ല, രാഷ്ട്രപതിക്കും സുപ്രീം കോടതി മൂക്ക് കയറിടുന്നു. ഇതിന് സാധുതയുണ്ടോ, സാങ്കത്യമുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? നമ്മുടെ ഭരണഘടനയിൽ ഉള്ള പ്രമുഖമായ അനുച്ഛേദങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയെ നിലനിർത്തുന്നത് 3 തൂണുകളാണ്. 1 നിയമനിർമ്മാണ സഭ, 2 നിർവഹണ വിഭാഗം, 3 നീതി നിർവഹണം. ഈ 3 ഘടകങ്ങൾക്കും പ്രത്യേകം മേഖലകൾ നിർണ്ണയിക്കാൻ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഘടകത്തിന് മറ്റൊരു ഘടകത്തിൻ്റെ മേഖലയിൽ, പ്രവർത്തന മേഖലയിൽ കടന്നാക്രമണം നടത്താൻ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നില്ല. ഒന്ന് ശരിയാണ്, മറ്റ് 2 ഘടകങ്ങളും ചെയ്യുന്ന പ്രവൃത്തികൾ ഭരണഘടനയ്ക്ക് അനുസൃതമാണോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനർത്ഥം ജുഡീഷ്യറി ഭരണഘടന നിശ്ചയിച്ച അതിർവരമ്പുകൾ കടന്ന് അതിക്രമങ്ങൾ കാണിക്കാനുള്ള അധികാരമായി അതിനെ വിവക്ഷിക്കുന്നതോ വിശേഷിപ്പിക്കുന്നതോ ശരിയല്ല. ഇവിടെ ചെയ്തിരിക്കുന്നത്, ഒരു ബില്ല് ഗവർണർക്കോ പ്രസിഡൻറ്റിനോ അയച്ചാൽ ഇത്ര സമയത്തിനകം അത് പരിഗണിക്കണമെന്ന് ഭരണഘടന ഒരു സ്ഥലത്തും പറയുന്നില്ല. മറിച്ച് ബന്ധപ്പെട്ട 111, 200, 201 അനുച്ഛേദങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ബില്ല് മടക്കി അയക്കുന്നത് പോലും ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് പദപ്രയോഗം നടത്തിയിരിക്കുന്നത്, കഴിയുന്നതും വേഗം. അപ്പോൾ ബില്ല് മടക്കി അയക്കുന്നതിന് മാത്രം കഴിയുന്നതും വേഗം എന്ന് ഭരണഘടന പദവി ഉപയോഗിക്കാൻ ശ്രദ്ധിച്ച ഭരണഘടനാ നിർമ്മാതാക്കൾ അസെൻറ്റ് കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു സമയം നിർണയിച്ചിട്ടില്ല. ആ സമയം നിർണയിക്കാത്തടത്ത് 3 മാസം അല്ലെങ്കിൽ 6 മാസം എന്ന് എഴുതി ചേർക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഭരണഘടനയുടെ ഏതനുച്ഛേദമാണ് അധികാരം നൽകുന്നത്? അധികാരമില്ലാത്തത് സ്വയം നിർവഹിക്കാൻ അവർക്ക് എന്തധികാരം വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്? ഒരു പക്ഷേ തങ്ങളുടെ വിധിക്ക് മേലെ വേറെ വിധികർത്താക്കളില്ല എന്ന ഒരു മനസ്ഥിതിയിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, നിർഭാഗ്യവശാൽ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അവർക്ക് നിർണയിച്ചിരിക്കുന്ന അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ പേരിൽ ഒരു കടന്നാക്രമണം നടത്തിയിരിക്കുകയാണെന്ന് പറയാൻ ഞാൻ എല്ലാ ബഹുമാനങ്ങളും വെച്ചുകൊണ്ട് നിർബന്ധിതനായിത്തീരും. കാരണം അത്രയും അസാധാരണമായൊരു വിധിയാണത്. 3 മാസം എന്ന് നിശ്ചയിച്ചു. എന്താ 6 മാസമാക്കാത്തത്? എന്താ 1 മാസമാക്കാത്തത്? എന്താ ഈ 3 മാസത്തിന് പ്രത്യേകത? അങ്ങനെ 3 മാസം നിശ്ചയിക്കാൻ ഭരണഘടന പറയാത്ത സ്ഥിതിക്ക് 3 മാസം എന്ന് നിയമനിർമ്മാണം നടത്താൻ നമ്മുടെ ജഡ്ജിമാർക്ക് ഏത് അനുച്ഛേദമനുസരിച്ചാണ് അധികാരം കൊടുക്കുന്നത്? അപ്പോൾ ഇല്ലാത്ത അധികാരം വിനിയോഗിക്കാൻ ഭരണഘടനയുടെ 3 നെടുംതൂണുകളായ ഒന്ന് പരിശ്രമിച്ചാൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാൻ ഈ രാജ്യത്തെ ജനങ്ങൾ നിർബന്ധിതരായി തീരും. ആ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കാണിച്ചത്. പിന്നെ ഇത് പറയുന്നത് ആരാണ്? അതാണ് ഏറ്റവും വലിയ സവകം. നമ്മുടെ സുപ്രീം കോടതിയിൽ 5 ലക്ഷത്തിലധികം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. നമ്മുടെ ജില്ലാ കോടതികളിൽ 5.5 കോടി കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് സമീപകാലത്തൊരു സെമിനാറിൽ ഒരു സുപ്രീം കോടതി ജഡ്ജി പ്രസ്താവിച്ചു. ഈ കേസുകൾ സമയബന്ധിതമായി തീർക്കാൻ യാതൊരു പരിശ്രമവും നടത്താതെ തങ്ങളുടെ പദവിയുടെ തിളക്കം മാത്രം ആസ്വദിച്ചുകൊണ്ടും ചുമതലകൾ നിർവഹിക്കാൻ തയ്യാറാക്കാത്തതുമായ ബഹുമാനപ്പെട്ട ജഡ്ജിമാരാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത
സഭയോടും ജനങ്ങൾ തിരഞ്ഞെടുത്തവർ നിയമിച്ച ഗവർണറോട് പറയുന്നത് നിങ്ങൾ 3 മാസത്തിനകം ബില്ല് ചെയ്യൂ. 3 മാസത്തിനകത്ത് ഗവർണർക്ക് നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട്. ഗവർണർ സംസ്ഥാനത്തിൻ്റെ നിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ്. വിവിധ ചുമതലകൾ ആ കാര്യത്തിൽ നിർവഹിക്കാറുണ്ട്. ഏതെങ്കിലും സംഗതി വശാൽ ഔദ്യോഗിക തിരക്കുകൊണ്ടോ അല്ലാത്തത് കൊണ്ടോ പാസ്സാക്കിയ നിയമത്തിൻ്റെ സങ്കീർണത കൊണ്ടോ കൂടുതൽ ഉപദേശം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 3 മാസ സമയം പോരാതെ വന്നാൽ എന്ത് ചെയ്യും? കോടതി ലക്ഷ്യത്തിന് ഗവർണറെ സുപ്രീം കോടതി ശിക്ഷിക്കോ? ശിക്ഷിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആരും അത്ഭുതപ്പെടില്ല. കാരണം സുപ്രീം കോടതിൻ്റെ പ്രവർത്തന ശൈലി സമീപകാലത്ത് വളരെ വളരെ ചോദ്യാർഹമായ രീതിയിലാണ്. തങ്ങൾക്ക് മേലെ ആരുമില്ല എന്ന രീതിയിലാണ് സുപ്രീം കോടതി പെരുമാറുന്നത്. ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ല. മറിച്ച് മാധ്യമങ്ങളുടെ ആകർഷ വലയത്തിൽ പെട്ട മാതിരിയാണ് സുപ്രീം കോടതി മാത്രമല്ല നമ്മുടെ കേരള ഹൈക്കോടതി വരെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവർക്ക് ജനങ്ങളുടെ കേസുകൾ കേൾക്കാൻ സമയമില്ല. സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളും കൊല്ലങ്ങളോളം കെട്ടിക്കിടക്കാണ്. നേരെ മറിച്ച് പത്രമാധ്യമങ്ങൾ വരുന്ന കേസുകൾ വേഗം തീർക്കാൻ ഉത്സാഹം കാണിക്കുകയാണ്. ഇതാണോ നമ്മുടെ ഭരണഘടന ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മുടെ ഭരണഘടന ഉദ്ദേശിച്ചിരിക്കുന്നത് 3 വിഭിന്ന ഘടകങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കണം. അത് പ്രത്യേകിച്ചും നമ്മുടെ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആരാധിക്കുന്ന, ജനങ്ങൾ അങ്ങേയറ്റം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു സംഘം ജഡ്ജിമാരാണ് നമ്മുടെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുണ്ട്. ആ ബഹുമാനം അർഹിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ജനങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്താണ് അവരുടെ പ്രവർത്തന ശൈലി? പാകിസ്ഥാൻ സുപ്രീം കോടതി പാകിസ്ഥാനിലെ പട്ടാള നിയമം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. നമ്മുടെ സുപ്രീം കോടതി എന്താ ചെയ്ത്? നമ്മുടെ അടിയന്തരാവസ്ഥ ശരിവെച്ചു. ADM ജബൽപൂർ കേസ് ഇപ്പോഴാണ് മകൻ വന്നിട്ടാണ് അച്ഛൻ്റെ വിധി റദ്ദാക്കിയത്. അതുമാത്രമല്ല, ആ വിധി എഴുതിയ ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞു, ഞാൻ ഭയപ്പെട്ട് കഴിയുകയായിരുന്നു. ഇതാണ് നമ്മുടെ സുപ്രീം കോടതി മാതൃക. മറിച്ച് പാപത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സന്തതിയായ പാകിസ്ഥാനിലെ ജനങ്ങൾ സുപ്രീം കോടതി ജഡ്ജിമാരെ ആരാധിക്കണം. കാരണം അവരെ തടവുകാരാക്കാവുന്ന പട്ടാള നിയമം ധൈര്യപൂർവ്വം റദ്ദ് ചെയ്യാനുള്ള ചങ്കൂറ്റം പാകിസ്ഥാൻ സുപ്രീം കോടതി ജഡ്ജിമാർ കാണിച്ചു. ഇതെന്തേ നമ്മുടെ ജഡ്ജിമാർ കാണിക്കാത്തത്? ഇവിടെ അതിൽ കൂടുതൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ, അതിൽ കൂടുതൽ ബഹുമാനം ജനങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. പോട്ടെ, ഇവിടെ ജഡ്ജിമാരെ നിയമിക്കുന്നത് ജഡ്ജിമാരാണ്. എല്ലാ ചീഫ് ജസ്റ്റിസുമാരും മിക്ക നിയമ സെമിനാറുകളിലും ആവർത്തിക്കുന്നത് ബന്ധുക്കളുടെ സങ്കേതമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ജുഡീഷ്യറി. VR കൃഷ്ണയ്യർ അതിനെ വിളിച്ചത് കിൻ സിൻഡ്രോം എന്ന ഇംഗ്ലീഷ് പദപ്രയോഗമാണ്. ചുരുക്കത്തിൽ അച്ഛൻ്റെ മകൻ, അമ്മാവൻ്റെ ഭാര്യമാർ, മക്കൾ, മരുമക്കൾ ഇവരുടെ ഒരു സങ്കേതമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ജുഡീഷ്യറി. ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ല. കാരണം NJAC നാഷണൽ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞൊരു നിയമം പാർലമെൻറ്റിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് കൈകൊണ്ടിട്ട് പാസ്സാക്കി. 100 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർലമെൻറ്റിൻ്റെ ആ ആഹ്വാനം അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ആ ലക്ഷ്യം, ആഗ്രഹം 2 ഇന്ത്യക്കാരിലെ 2 പൗരന്മാരാണ് തകിടം മറിച്ചത്. 2 പേരുടെ ഭൂരിപക്ഷത്തോടു കൂടി NJAC റദ്ദ് ചെയ്തു. കാരണം നിയമമന്ത്രിയുടെ ഒരു നോമിനി ആ കമ്മിറ്റിയിൽ, അതായത് ജനപ്രതിനിധിയായ നിയമമന്ത്രിയുടെ ഒരു നോമിനി ആ കമ്മിറ്റിയിലിരിക്കുന്നത് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന് കടക്കവിരുദ്ധമാണ് എന്ന വിചിത്രവാദവുമാണ്. ഇപ്പോൾ ആ വിധി പ്രസ്താവിച്ച ഒരാൾ ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞു, ഞാൻ ദുഃഖിക്കുന്നു അങ്ങനെ ഒരു വിധിയിൽ പങ്കാളിയായതുകൊണ്ട്. വൈകിപ്പോയി മിസ്റ്റർ ജസ്റ്റിസ്. ഈ രാജ്യത്തെ ജനങ്ങളോട് താങ്കളിൽ നിന്ന് സുപ്രീം കോടതി ചെയ്ത ഭീമമായ അനുമതിക്ക് പശ്ചാത്താപം വളരെ വൈകിട്ടാണ് അങ്ങേക്ക് വന്നത്. അത് അത്തരം ജനങ്ങളോട് വെല്ലുവിളിക്കുന്ന ഒരു രീതി നമ്മുടെ സുപ്രീം കോടതിയുടെ പ്രവർത്തന ശൈലിയിൽ വന്നിരിക്കുകയാണ് എന്ന് ദുഃഖപൂർവ്വം പറയേണ്ടി. അതും ജനങ്ങളെ ആരാധിക്കുന്നവർ മറ്റ് 2 ഘടകങ്ങളുടെ പ്രവർത്തനത്തിൽ
മനം മുട്ടിയ ജനങ്ങൾ അവസാനത്തെ ആശ്രയമായി കാണുന്നത് ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറിൽ നിന്ന് ഇതുപോലത്തെ ഒരു പെരുമാറ്റം വരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ ഒരു സംഭവമാണ് ശ്രീലങ്കയിൽ നടന്നത്. ശ്രീലങ്കൻ സുപ്രീം കോർട്ടിൻ്റെ നോക്കത്താൽ കാണാവുന്ന പ്രസിഡൻഷ്യൽ പാലസിൽ ജനങ്ങൾ കയ്യേറി. ധാക്കയിലും ഇതുപോലെ സംഭവിച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ രാജ്യത്ത് സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ ഇത്രയും നിരുത്തരവാദമായ രീതിയിൽ ജനങ്ങളുടെ അവകാശങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അത് സംരക്ഷിക്കുന്ന ആളുകൾ തന്നെ പെരുമാറുകയാണെങ്കിൽ ഇവിടെ വി ആർ കൃഷ്ണയർ ഒരു വിധിന്യായത്തിൽ എഴുതിയ സംഭവം ഇവിടെയും സംഭവിക്കില്ലേ എന്ന് നമുക്ക് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഭരണഘടനയിലുള്ള അനുച്ഛേദങ്ങൾ നോക്കൂ. 111 അനുച്ഛേദമാണ് പാർലമെൻറ്റിൻ്റെ ബില്ലുകൾ പാസ്സാക്കുന്നത്. അതിൽ ഒരു സ്ഥലത്തും ഒരു സമയപരിധിയും വെച്ചിട്ടില്ല. മറിച്ച് ബില്ല് വീണ്ടും അസംബ്ലിക്ക് അയക്കുകയാണെങ്കിൽ ഞാനത് ആവർത്തിക്കില്ല, ആസ് സൂൺ ആസ് പോസിബിൾ. ഇത് തന്നെയാണ് നിയമസഭകളുടെയും. അപ്പോൾ സമയപരിധി വയ്ക്കാതെ ജനപ്രതിനിധികൾക്ക് അവകാശം കൊടുത്തതും ഗവർണർക്ക് വിചിന്തനം ചെയ്യാനുള്ള സാവകാശം കൊടുത്തതും അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സമയം കൊടുത്തതുമായ 2 അനുച്ഛേദങ്ങളുള്ള സ്ഥലത്ത് ബില്ലുകൾ 3 മാസം എന്ന് നിർണ്ണയിക്കാൻ ഏത് അനുച്ഛേദം വെച്ചിട്ടാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്? ഭരണഘടനയിൽ ഇല്ലാത്ത അനുച്ഛേദം വെച്ച് അധികാരം നിർവഹിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ജഡ്ജിമാർക്ക് ആരാണ് അധികാരം? അവരെ എല്ലാ കാര്യത്തിലും ഉപയോഗിക്കുന്ന 142 അനുച്ഛേദം പറയണത് മുഴുവൻ നീതിയും സമ്പൂർണ്ണ നീതിയും നിർവഹിക്കാൻ സുപ്രീം കോടതിക്ക് ചില പ്രവൃത്തികൾ. പക്ഷേ സമ്പൂർണ്ണ നീതി ഭരണഘടനാ അനുച്ഛേദങ്ങൾക്ക് വിരുദ്ധമാകാൻ പറ്റുമോ? 3 മാസം എന്നില്ലാത്തത് എഴുതി ചേർക്കാൻ നിയമനിർമ്മാണ സഭയുടെ അവകാശം സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കാൻ. ഇത് വളരെ ലളിതമായ വിഷയമാണ്. ഇതിനെ രാഷ്ട്രീയ കാര്യങ്ങളെ കൊണ്ട് സ്ഥിരം ജുഡീഷ്യറിയെ ആക്രമിക്കുന്ന ചില രാഷ്ട്രീയ ശക്തികൾ വളരെ സന്തോഷവാന്മാരായിട്ട് ഈ വിധിയെ ഇപ്പോൾ പ്രകീർത്തിക്കുന്നു. അവരതിൻ്റെ അപകടം അവർ മനസ്സിലാക്കാതെയാണ് അഭിപ്രായം പറയണം. ഈ രാജ്യത്ത് പരമാധികാരം ജനങ്ങളിലാണ്. ആ ജനങ്ങൾ നിർണ്ണയിക്കുന്ന ജനപ്രതിനിധികൾ നിശ്ചയിക്കുന്നതാണ് ഈ രാജ്യത്തെ നിയമം. അല്ലാതെ ശമ്പളക്കാരായിട്ടുള്ള ജഡ്ജിമാരല്ല നിയമനിർമ്മാണം നടത്തേണ്ടത്. അതിനാണ് 5 കൊല്ലം കൂടുമ്പോൾ അധ്വാനിച്ച് ജനങ്ങളുടെ വിമർശനവും തെറിയും വരെ കേട്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ച് ആൺകുട്ടികളായിട്ടുള്ള പാർലമെൻറ്റിൽ പോയിരിക്കുന്നത്. അവർ പാസ്സാക്കുന്ന നിയമമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബാധകം. അല്ലാണ്ട് 2 ശമ്പളക്കാരെ എഴുതുന്നതല്ല. ഇത് അങ്ങേയറ്റം ആക്ഷേപകരമാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ പ്രതിഷേധിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്നത് ഈ വിധിക്കെതിരെ ഉടനെ റിവ്യൂ ഹരിച്ച് കൊടുത്ത് പറ്റുമെങ്കിൽ ഭരണഘടന അതിലേക്ക് വിടാൻ പറയണം. ഓക്കെ, ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ സുപ്രീം കോടതി ജഡ്ജിമാരാണോ കൂടുതൽ പവർഫുൾ? ആർക്കാണ് അധികാരം കൂടുതൽ? അതാണല്ലോ തർക്ക വിഷയം.